Hi all. So in this presentation we will be dealing about the presentness of a past action, a chapter based on the fine-tune your English. Okay. So in live class we have already dealt with the topic presentness of a present tense. So ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ആ ചാപ്റ്ററിൽ കൂടുതലായിട്ടും കണ്ടത് പ്രസൻറ്റ് ടെൻസിൽ തന്നെ വരുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും എങ്ങനെയൊക്കെയാണ് വേരി ചെയ്യുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ പ്രസൻറ്റ്നെസ് ഫീലിംഗ് ഏതിനാണുള്ളതെന്നും ഏതിനാ ഇല്ലാത്തതെന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രസൻറ്റ്നെസ് ഓഫ് പ്രസൻറ്റ് ആക്ഷൻ ടെൻസ് എന്നുള്ളതിൽ ഡീൽ ചെയ്തു. ഇതിൽ എങ്ങനെയാണ് പാസ്റ്റ് ആക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. സോ വി വിൽ തിങ്ക് ദാറ്റ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു ധാരണ ഉണ്ടായി കാണും. ദാറ്റ് ഈസ് പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് പ്രസൻറ്റ് ടെൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഫ്യൂച്ചർ യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറും അതുപോലെ തന്നെ പാസ്റ്റ് യൂസ് ചെയ്തിട്ട് പാസ്റ്റും മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. പ്രസൻറ്റ് യൂസ് ചെയ്തിട്ടും ഫ്യൂച്ചർ ടെൻസ് പറയാം, സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്തിട്ടും ഫ്യൂച്ചർ ടെൻസും പറയാം, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ടെൻസ് പറയാം. വെൻ വി യൂസ് ഇറ്റ് ഓൺ ദ അപ്രോപ്രിയേറ്റ് ഫോംസ്, ഓരോ രീതിയിലും ഓരോരോ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൻ്റേതായ ടെൻസ് വേരിയേഷൻസും ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് കാണിക്കുന്നത്, മീനിങ് വൈസ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ ഇങ്ങനെ ഓരോന്നും ഇപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് പോസ് ചെയ്ത് കാണാം, അതിൽ എല്ലാത്തിൻ്റെയും ടെൻസ് ഫോർമാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി വായിച്ചു നോക്കാം, ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രസൻറ്റ്നെസ് ഓഫ് എ പാസ്റ്റ് ആക്ഷൻ. എവരിവൺ വിൽ തിങ്ക് ഫസ്റ്റ്, ഇത് പോസിബിൾ ആണോ? പാസ്റ്റ് നടന്നൊരു കാര്യത്തെക്കുറിച്ച് അത് പ്രസൻറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അത് ജസ്റ്റ് അന്നൊരു പ്രാക്ടിക്കൽ സൈഡ് ചിന്തിക്കുമ്പോൾ തോന്നുന്നില്ല. ബട്ട് ആസ് ദ ഓതർ ഗിവൻ ഹിയർ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഐ എം നോട്ട് ഹംഗ്രി. ഓക്കെ, സോ ഞാൻ നേരത്തെ എൻ്റെ ഒരു പാസ്റ്റ് ആക്ഷൻ ആയിരുന്നു ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് വിശപ്പില്ല. സോ ഇപ്പോൾ എനിക്ക് വിശപ്പില്ല എന്നുള്ള ഈ പ്രസൻറ്റ് ആക്ഷൻ്റെ റിസൾട്ട് എന്തുകൊണ്ടായിരുന്നു? പാസ്റ്റ് ആക്ഷൻ കൊണ്ടായിരുന്നു. സോ അവിടെ പ്രസൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലും പാസ്റ്റിൻ്റെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. വൈ ഐ എം നോട്ട് ഹംഗ്രി? ബിക്കോസ് ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. നെക്സ്റ്റ് വൺ, ഐ ഹാവ് ലേൺ ഫ്രഞ്ച്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ ഫ്രഞ്ച് പഠിച്ചു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അതെനിക്ക് യൂസ് ചെയ്യാൻ അറിയാം. ഐ നോ ഫ്രഞ്ച് എന്നുള്ളതല്ല. ഓക്കെ, സോറി, ഐ നോ ഫ്രഞ്ച് എന്ന് പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പഠിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു പണ്ട് നടന്നൊരു ആക്ഷൻ, പാസ്റ്റ് നടന്നൊരു ആക്ഷൻ്റെ ഇൻഡിക്കേഷനായിട്ട് ഇപ്പോൾ എനിക്ക് അത് യൂസ് ചെയ്യാൻ അറിയാം. സോ ദ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ പാസ്റ്റ് ബട്ട് ദ റിസൾട്ട് ഇസ് ഇൻ പ്രസൻറ്റ് ഫോം. സോ ഇങ്ങനെയുള്ളതാണ്. ഇനി ഇതിനെയാണ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. കഴിഞ്ഞ ചാപ്റ്ററിൽ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് പെർഫെക്റ്റുമാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസും ആണ് കൺസിഡർ ചെയ്തതെങ്കിൽ ഇവിടേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വിൽ മൂവ് ടു ദ നെക്സ്റ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ദ പേജ്. ഐ ഹാവ് റെഡ് ദ ഹോൾ ഓഫ് ഷേക്സ്പിയർ, ഐ നോ ഷേക്സ്പിയർ വെൽ. സോ ഫസ്റ്റ് വൺ കൊടുത്തിരുന്ന ഹാവ് റെഡ്, ദാറ്റ് ഇസ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ്. സെക്കൻഡ് വൺ നോ, ഇറ്റ്സ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, സോ സിമ്പിൾ പ്രസൻറ്റിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, വാട്ട് ഇറ്റ് മീൻസ് എന്നുള്ളതാണ് സെക്കൻഡ് സെൻറ്റൻസിൽ പറയുന്നത്. സോ ഐ ഹാവ് റെഡ് ദ ഹോൾ ഓഫ് ഷേക്സ്പിയർ, ദാറ്റ് മീൻസ് അത് ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് പാസ്റ്റ്, ഇറ്റ് ഈസ് ഇൻ പ്രസൻറ്റിലും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ എഫക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് കൈൻഡ് ഓഫ് സെൻറ്റൻസ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ് റെഡ് എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് റെഡ്. സോ ഐ ഹാവ് റെഡ് എന്നുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് പറയുമ്പോൾ ദാറ്റ് മീൻസ് ആ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഐ നോ ഷേക്സ്പിയേഴ്സ് വർക്ക് ഓർ ഷേക്സ്പിയർ വെൽ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ഐ ഹാവ് പാസ്ഡ് ദ നെറ്റ്, ഐ എം ക്വാളിഫൈഡ് ടു ടീച്ച് അറ്റ് കോളേജ്. സോ ഐ ഹാവ് പാസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ്, പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്, അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കാറ്റഗറിയിൽ പറയുന്നത്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിൽ തന്നെ പാസ്റ്റ് ആക്ഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പർട്ടിക്കുലർ കാറ്റഗറിയാണ്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യമായിരിക്കും, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ, പേജ് നമ്പർ. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന 4 sets of examples ആണ്. Nobody has discovered any effect. So first set of sentences എല്ലാം തന്നെ പെർഫെക്റ്റ് ടെൻസിലാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ്. അതിൻ്റെ മീനിങ് ആണ് അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷനാണ് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ്. നോബഡി ഹാസ് ഡിസ്കവേർഡ് എനി എഫക്റ്റീവ് മെഡിസിൻ ഫോർ ക്യാൻസർ, ദാറ്റ് മീൻസ്
ഓൾറെഡി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അതൊരു പാസ്റ്റ് ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന. ബട്ട് വാട്ട് ഈസ് ദ റിസൾട്ട്? ഇപ്പോഴും അതിനൊരു പ്രസൻറ്റ്നെസ് ഉണ്ട്. കാരണം എന്താ? ഇപ്പോഴും അതുകൊണ്ട് ക്യാൻസർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഗവൺമെൻറ് ഹാസ് promulgated an ordinance against child labor. That means ഇപ്പോൾ child labor ഒരു ക്രൈമാണ്. The president has been assassinated. He is assassinated. That action is completed. What's the result? Now he's dead. Okay, so I have traveled all over America. I know America well. Past action, but presentness ഉണ്ട്. So that is presentness ഉള്ള past action ആണ് present perfectൽ വരുന്നത്. ഇനി look at the next paragraph. Present tenseനെ present perfectനെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, എവറിത്തിങ് രണ്ടും കംപ്ലീറ്റഡ് ആക്ഷൻ തന്നെയായിരിക്കും, പക്ഷേ രണ്ട് തരത്തിലുള്ള ആക്ഷൻസ് ആയിരിക്കും, പാസ്റ്റ് ആക്ഷൻസ് ആയിരിക്കും. ഫസ്റ്റ് വൺ ടു കൺവേ ന്യൂസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടു സജസ്റ്റ് from here onwards to suggest a past action which is not recent. Okay, so to convey news ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ് ന്യൂസസ് കൺവേ ചെയ്യാറുള്ളത്. ബട്ട് സർട്ടൻ കേസ് അതിന് യൂസ് ചെയ്യാറുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ്. ബട്ട് അത് കുറച്ചുകൂടി റീസെൻ്റ് ആണ്. നമുക്കറിയാം ന്യൂസ് എന്ന് പറയുന്നത് കൂടി പോയാൽ 24 hours ആയിരിക്കും അതിനൊരു ഡ്യൂറേഷൻ വരുള്ളൂ, അല്ലെങ്കിൽ അത്രയും നേരെ ലേറ്റ് ആവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊരു റീസെൻ്റ് ആക്ടിവിറ്റി ആയിരിക്കും. പക്ഷേ അതല്ലാതെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തിനു കൂടെ യൂസ് ചെയ്യാം? ഒരുപാട് അടുത്തുള്ള സിറ്റുവേഷൻ അല്ല, ദാറ്റ് മീൻസ് നോട്ട് റീസെൻ്റ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് കുറച്ചധികം മുമ്പ് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടും യൂസ് ചെയ്യാം. ബട്ട് ദർ ഈസ് എൻ കണ്ടീഷൻ ഫോർ ദാറ്റ് കേസ്. കാരണം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതാണെങ്കിൽ അതിനൊരു പ്രോബ്ലം കൂടിയുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് പോയല്ലോ. സോ ഇറ്റ് ക്യാൻ ബി അണ്ടർ ദ പാസ്റ്റ് ആക്ഷൻ. വൈ ഇറ്റ് ഈസ് ഇൻ ദ പ്രസൻറ്റ് പെർഫെക്റ്റ്? അതൊരു കൺഫ്യൂഷൻ വരാം. സോ പാസ്റ്റ് ആക്ഷനും പ്രസൻറ്റ് പെർഫെക്റ്റും തമ്മിൽ തെറ്റിപ്പോകരുത്. പാസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് എക്സിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ. പക്ഷേ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അത് എത്ര കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണെങ്കിലും അതിൻ്റെ ഒരു ഫോം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അതിനൊരു പ്രസൻറ്റ്നെസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കൺവേയിങ് ന്യൂസ് എന്ന് പറഞ്ഞു, അത് ഓൾറെഡി കഴിഞ്ഞാണ്, പക്ഷേ ഇന്നും അത് വാല്യുബിൾ ആണ്. അതുപോലെ ഇനി അടുത്ത കാലങ്ങളിൽ സംഭവിച്ചതല്ല, ഒരുപാട് മുമ്പേ സംഭവിച്ചതാണെങ്കിലും വി ഹാവ് ടു ചെക്ക് ദ സെക്കൻഡ് സെൻറ്റൻസ്, ദാറ്റ് ഈസ് സ്റ്റിൽ വിത്ത് അസ് ആസ് പാർട്ട് ഓഫ് അവർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. ദാറ്റ് മീൻസ് എത്ര കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണെങ്കിലും ഇന്നും നമ്മളുടെ ആ ഒരു അറിവിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ലുക്ക് അറ്റ് ദിസ് വൺ, ഐ ഹാവ് ലിവ്ഡ് എമംഗ് ദ എസ്കിമോസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ സംഭവിക്കുമോ അല്ലെങ്കിൽ മുമ്പത്തെ ദിവസം നടന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അല്ല, പകരം എന്നോ ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു അറിവ് എല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് പറയാനായിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എബോവ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ന്യൂസ് എങ്ങനെയാണ് ഹെഡിങ്സ് വരുമ്പോഴത്തേക്കും അതിനും പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നതെന്നാണ്. സോ കൺഫ്യൂസ്ഡ് ആവരുത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിന് പ്രസൻറ്റിലേക്ക് ഒരു ഫങ്ഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആക്ഷൻ വിത്ത് പ്രസൻറ്റ്നെസ് ആണ്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻ ആയിരിക്കാം, പക്ഷേ അതിന് പ്രസൻറ്റിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. Okay, so we will move to the next one. That last sentence is the presentness of this present perfect sentence can be summed up in the simple present tense. അപ്പോൾ മുമ്പ് കണ്ട എല്ലാ സെൻറ്റൻസും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാ പ്രസൻറ്റ് പെർഫെക്റ്റ്സിൻ്റെയും മീനിങ് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. സോ ഒരു പെർഫെക്റ്റ് ടെൻസ് കൊണ്ട് പറഞ്ഞത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കൊണ്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് എബോ എക്സാമ്പിൾസ് എല്ലാം ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അതിൻ്റെ മീനിങ് കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ ചെക്ക് ഇറ്റ് അഗെയിൻ. In this section we will be looking into the different or exceptions of a present perfect tense. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് കംപ്ലീറ്റഡ് ആക്ഷൻ പറയാൻ വേണ്ടിയായിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. സോ എല്ലാ കേസിലും ഗ്രാമറിൻ്റെ ഇത്രയും തുടങ്ങിയുള്ള കേസിൽ എല്ലാത്തിലും നമ്മൾ ഓരോരോ എക്സെപ്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റീസൺസ് നോക്കിയിരുന്നു. സോ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എല്ലായ്പ്പോഴും കംപ്ലീറ്റഡ് ആക്ഷൻസ് പറയാൻ വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ഇറ്റ് ക്യാൻ ഓൾസോ ഷോ ആൻ ആക്ഷൻ ഓർ എ സിറ്റുവേഷൻ കണ്ടിന്യൂയിങ് അപ് ടു ദ പ്രസൻറ്റ്. ദാറ്റ് മീൻസ്
പണ്ടെപ്പോഴോ തുടങ്ങി ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓർ വൺ വിഷ് കണ്ടിന്യൂഡ് അൺടിൽ വെരി റീസെൻ്റ്ലി. ദാറ്റ് മീൻസ് ഇപ്പോൾ നടക്കുന്നില്ല, പക്ഷേ ഈ അടുത്ത കാലം വരെ കണ്ടിന്യൂ ചെയ്തിരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ. അതുമല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടു ടോക്ക് അബൌട്ട് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ബീൻ റിപ്പീറ്റഡ് ഫോർ സം ടൈം. ദാറ്റ് മീൻസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നൊരു കാര്യം, അതല്ലെങ്കിൽ ഇനിയും ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമായിരിക്കും റിപ്പീറ്റഡ്. ഫോർ എക്സാമ്പിൾ തോട്ട്സ്. നമ്മളൊരു കാര്യം ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടാവും, ഇനിയും ചിന്തിക്കാൻ സാധ്യത ഉണ്ടാവുമായിരിക്കും. വി കനോട്ട് സേ എനിത്തിങ് ഫ്ലുവൻ്റ്ലി അബൌട്ട് ദാറ്റ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാറുണ്ട്. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. I have lived there since 1999. This means I am still here. So ഇന്ന കാലഘട്ടം തൊട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്, അപ്പോൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ, ഐ ഹാവ് ടൈപ്പ് 3 pages സിൻസ് ലഞ്ച് ടൈം. ദാറ്റ് മീൻസ് ഇപ്പോൾ തൊട്ട് അടുത്ത സമയം വരെ ഞാൻ തുടർന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ഇനിയും ചിലപ്പോൾ തുടർന്നുകൊണ്ടിരിക്കാം, ബിക്കോസ് 3 pages വരെ ടൈപ്പ് ചെയ്തുള്ളൂ. ഇനി അയാൾക്ക് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. സോ ഈ കുറച്ച് നേരം വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി യൂസ് ചെയ്തു. ആൻഡ് ദ തേർഡ് വൺ, ഐ ഹാവ് ഓഫൻ തോട്ട് അബൌട്ട് ദ സീക്രട്ട് ഓഫ് ഹിസ് സക്സസ്. ഓഫൻ മീൻസ് ഫ്രീക്വൻ്റ്ലി. ദാറ്റ് മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഞാനത് ചിന്തിക്കാറുണ്ട്, അവൻ്റെ ആ വിജയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. ഓക്കെ, സോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആക്ഷനെ പറയാൻ വേണ്ടിയിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് യൂസേജ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് യൂസ്? സോ ഫ്രീക്വൻ്റ്ലി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നൊരു കാര്യം കൂടെ ഇതിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ജസ്റ്റ് എന്ന ടേമും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന വ്യത്യാസം. ഓക്കെ, ജസ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ഐ സീ ജസ്റ്റ് എ മൊമെൻറ്റ്, ദാറ്റ് മീൻസ് ജസ്റ്റ് മീൻസ് എ മൊമെൻറ്റ് അഗോ. ദാറ്റ് മീൻസ് ഇപ്പോൾ അടുത്ത്, പെട്ടെന്ന്, ഇപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ജസ്റ്റ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് എന്ന ടേമിൻ്റെ കൂടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും കൂടി വരുമ്പോൾ ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, ദാറ്റ് മീൻസ് ഇപ്പോൾ അടുത്ത സമയത്ത് ജസ്റ്റ് ഒരു മൊമെൻറ്റ് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. സോ ജസ്റ്റ് പ്ലസ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഒരു യൂസേജ് എപ്പോഴും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതാണ്. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. Okay, if the station master tells you the train has just left, that means the train left a moment ago. So has just left present perfect plus just. If I say the train has left, it means the train is no longer in the station. So just എന്ന ടേം യൂസ് ചെയ്യാതെ പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുമ്പോൾ അതിന് ഒരു പെർട്ടിക്കുലർ ടൈം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, എന്തായാലും ഇപ്പോൾ ട്രെയിൻ അവിടെ ഇല്ല, അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത്. പക്ഷേ വെൻ ഐ യൂസ് ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ദാറ്റ്, അതിനർത്ഥം ഇപ്പം അങ്ങ് പോയുള്ളൂ. സോ യൂഷ്വലി നിങ്ങൾ കേൾക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇത്, ബസ് ഇപ്പം അങ്ങ് പോയുള്ളൂ, ട്രെയിൻ ഇപ്പം അങ്ങ് പാസ് ചെയ്തുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺവെർസേഷനിൽ യൂസേജ് വരുന്നതാണ് ജസ്റ്റ് പ്ലസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തേർഡ് വൺ. സോ ഫസ്റ്റ് വൺ പ്രസൻറ്റ്നെസ് ഇൻ പാസ്റ്റ് ആക്ഷൻ പറയാനായിട്ടാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ പേജിൽ കണ്ടു കംപ്ലീറ്റഡ് ആക്ഷൻസ് അല്ലാതെ തന്നെ പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നതും, അതുപോലെ റീസെൻ്റ് ഒരു ടൈം വരെ കണ്ടിന്യൂ ചെയ്തിരുന്നതും, അതുപോലെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഫ്രീക്വൻ്റ് ആക്ഷൻസിനെ കുറിച്ച് പറയാനായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റുമായിട്ട് ക്ലബ് ചെയ്ത് ജസ്റ്റ് പ്ലസ് പ്രസൻറ്റ് പെർഫെക്റ്റും യൂസ് ചെയ്യാറുണ്ട് ഫ്രീക്വൻ്റ്ലി ഇൻ കോൺവെർസേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് പോയിൻറ്റ്സ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി സമപ്പ് ചെയ്യേണ്ടതാണ്, ഈ 3 points. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ് ഇസ് കംപ്ലീറ്റഡ് ആക്ഷൻ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ളതിന് ചിലപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റിൽ വിത്ത് അസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് പോയതാണെങ്കിലും ഇന്നും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നോളജ് നമ്മുടെ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് കണ്ടിന്യൂയിങ് ആക്ഷൻ. അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് ചെയ്യുന്നത് പ്രസൻറ്റ് ആക്ഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റഡ് ആക്ഷൻ, ഇങ്ങനെയുള്ള കേസസിന് യൂസ് ചെയ്യാൻ. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ജസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ മൊമെൻറ്റ് അഗോ കംപ്ലീറ്റ് ചെയ്ത ഒരു ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും കണ്ടിന്യൂസിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ബേസിക് യൂസേജ് അല്ലാതെ കുറച്ച് 2-3 എക്സെപ്ഷണൽ യൂസസും ഉണ്ട്. നെക്സ്റ്റ് വൺ, what we are going to deal is comparison between present perfect and present perfect continuous. So simple present അതുപോലെ present
കണ്ടിന്യൂസ് നമ്മൾ ഡീൽ ചെയ്തതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. സോ പ്രസൻറ്റ് പെർഫെക്റ്റിലെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റിൽ പാസ്റ്റ് ആക്ഷൻ്റെ പ്രസൻറ്റ്നെസ് ആയിരുന്നു കൂടുതലും നമ്മൾ ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആ ഒരു പണ്ട് തുടങ്ങിയ ആക്ടിവിറ്റി ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. ആ കണ്ടിന്യൂയിങ് ചെയ്യുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലുക്ക് അറ്റ് ദി 2 എക്സാമ്പിൾസ്. They have called off the strike. It isn't present perfect. We have been waiting for the news. So അവിടെ ന്യൂസിൽ കൂടുതൽ ന്യൂസിനേക്കാളും സ്ട്രെസ് ചെയ്യുന്നത് എന്താണ്? അത്രയും നേരം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ ആ പ്രോസസ്സ്, ആ ഒരു കണ്ടിന്യൂവേഷൻ, അതിനെയാണ് സ്ട്രെസ്സ് കൂടുതൽ കൊടുക്കുന്നത്. നേരത്തെ എപ്പോഴോ തുടങ്ങി ഇപ്പോഴും തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയായിട്ട് കുറേ കാലം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. മേ ബി അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ബട്ട് അതിനു വേണ്ടി കുറേ കാലം വെയിറ്റ് ചെയ്തു. സോ ഒരു കണ്ടിന്യൂവേഷൻ. സോ ആ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ആ കണ്ടിന്യൂയിങ് ആക്ടിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ മാർക്ക് ചെയ്ത് വയ്ക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ മേജർ ഒരു ഡിഫറൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസിലും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് ടെമ്പററി ആക്ഷൻസിനെ അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി പെർമനൻറ്റ് സിറ്റുവേഷൻസിനെ സൂചിപ്പിക്കാനായിട്ടാണ്. ഇവിടെ കണ്ടിന്യൂവേഷനാണ്. ഇപ്പം നമ്മൾ തന്നെ കണ്ടു, സിമ്പിൾ പ്രസൻറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് കുറച്ചുകൂടി പെർമനൻറ്റ് സിറ്റുവേഷൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും തോന്നും പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അതാണ് ഷോർട്ട് ടേം ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്ന അത്രയും നേരത്തേക്ക് അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് വെച്ച് ഓർത്തിരുന്നാൽ മതി. 2 കണ്ടിന്യൂസും, പ്രസൻറ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ടെമ്പററി ആക്ഷൻസിനെ അല്ലെങ്കിൽ സിറ്റുവേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. പകരം പ്രസൻറ്റ് പെർഫെക്റ്റും സിമ്പിൾ പ്രസൻറ്റും കുറച്ചുകൂടി പെർമനൻറ്റ് സിറ്റുവേഷനെ പറയാനായിട്ടാണ് സൂചിപ്പിക്കുന്നത്. യു ക്യാൻ ചെക്ക് ദാറ്റ് ആരോ മാർക്ക്. ഹി ഹാസ് ബീൻ സ്റ്റാൻഡിങ് ദർ ഫോർ ഹാഫ് ആൻ അവർ. ദാറ്റ് ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇറ്റ് ക്യാൻ ബി എ ഷോർട്ട് ഓർ ടെമ്പററി ആക്ഷൻ. ദാറ്റ് മീൻസ് അയാൾ ഇനി അടുത്തോ കുറേ നേരത്തേക്ക് അവിടെ തന്നെ നിൽക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനൊന്നും ഇല്ല. കുറച്ച് നേരം നിന്നിരുന്നു. ഇറ്റ്സ് എ ടൈം പീരീഡ്. ദാറ്റ് കത്തീഡ്രൽ ഹാസ് സ്റ്റുഡ് ദർ ഫോർ 2 centuries. ഓക്കെ, 2 നൂറ്റാണ്ട് കാലം. നമ്മൾ കംപ്ലീറ്റഡ് ആക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. സോ 2 നൂറ്റാണ്ട് കാലം നിന്നു. ഇനി ചിലപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും പറയുന്നത് 2 നൂറ്റാണ്ടായി അതവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറയാം. ഓക്കെ, സോ അതിന് കുറച്ചുകൂടി പെർമനൻറ്റ് സിറ്റുവേഷൻ്റെ ഒരു ചായവുണ്ട്. ദാറ്റ് ഈസ് ദ 2 ഡിഫറൻസ്. ഇനി സെക്കൻഡ് വൺ ആസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യം പറയുമ്പോൾ നെവർ എവർ യൂസ് എ ഫിനിഷ്ഡ് ടൈം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം മെൻഷൻ അതിൽ കൊടുക്കാൻ പാടില്ല. ഓക്കെ, സോ പർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ടുഡേ, യെസ്റ്റർഡേ, ഇൻ 1999 ഇങ്ങനെയുള്ള ഫിനിഷ്ഡ് ടൈംസ് കൊടുക്കാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇൻ 99 എന്ന് പറയുമ്പോൾ ആദ്യം ഹി ലിവ്ഡ് ഇൻ സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ അത് അവിടെയും 99 പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഇൻ 1999 എന്നല്ലായിരുന്നു, സിൻസ് 1999 എന്നായിരുന്നു. ദാറ്റ് മീൻസ് അന്ന് തുടങ്ങി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യണം. ദാറ്റ് ഇസ് നോട്ട് എ ഫിനിഷ്ഡ് ടൈം പീരീഡ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഐ വിൽ ഡു ഇറ്റ് ഇൻ ടുഡേ എന്ന് പറയുന്ന പോലെ ഫിനിഷ്ഡ് ഒരു പർട്ടിക്കുലർ എൻഡ് ടൈം പറയുന്ന രീതിയിലല്ല യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ്, പക്ഷേ ഈ സെയിം തന്നെ കാര്യം യൂസ് ചെയ്യാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലല്ല യൂസ് ചെയ്യേണ്ടത്, പകരം അത് യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റിലാണ്. ദാറ്റ് ഈസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റിൽ ടൈം റെഫറൻസസ് കൊടുക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് എൻ ടൈംസ് കൊടുക്കാൻ പാടില്ല. പകരം സിമ്പിൾ പാസ്റ്റിൽ ടൈംസ് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് പേജിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതൊരു എക്സെപ്ഷണൽ യൂസ് അല്ല, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ജോൺ ഇസ് ഗോൺ എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഫോമാണ്. അങ്ങനെ ഒരു ഫോം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏത് ടെൻസിൽ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരണ്ട. നമ്മൾ ഓൾറെഡി ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ഡീൽ ചെയ്തതായിരുന്നു. ഓക്കെ, സോ ആ ഒരു യൂസും കൂടി പറയുന്നുണ്ട് അതിൽ. ദെൻ കംസ് ദ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ്.
ട്രൈ ടു ഡു ഇത് ഈ ചാപ്റ്ററിനെയും ഇതിന് മുമ്പത്തെ ചാപ്റ്ററിനെയും കൂടി ക്ലബ് ചെയ്തിട്ടുള്ളതാണ്. ഇൽസ്ട്രേറ്റ് ഹൗ യു ക്യാൻ ഷോ പ്രസൻറ്റ് ആക്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെയാണെന്നുള്ളതും പ്രസൻറ്റ് കണ്ടിന്യൂസിനെ യൂസ് ചെയ്തിട്ട് പ്രസൻറ്റ് ആക്ഷൻ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതും അത് ഹിയർ അങ്ങനെയുള്ള പെർസീവിങ് വേർബ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ING ഫോംസ് യൂസ് ചെയ്യാതെയും പ്രസൻറ്റ് ആക്ഷൻ പറയാമെന്നുള്ളത്. ലുക്ക് ഇൻ ടു ദാറ്റ്. ദെൻ what are the different ways of expressing past habit in English? That is, past habit പറയാനായിട്ട് ഏതൊക്കെ ഫോംസ് യൂസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു നോക്കുക. പാസ്റ്റ് ഹാബിറ്റ്സ് പറയാനായിട്ട് ഇപ്പോൾ പാസ്റ്റ് ആക്ഷൻസ് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അത് യൂസ് ചെയ്തിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതല്ലാതെ പാസ്റ്റ് ഹാബിറ്റ് ഇറ്റ്സ് എ ജനറൽ ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് തന്നെ മോഡൽ ഓക്സിലറീസിൻ്റെ പാസ്റ്റ് ഹാബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫോംസും യൂസ് ചെയ്യാം. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ആഡ് എ നോട്ട് ഓൺ വൈ ദീസ് സെൻറ്റൻസ് ആർ കൺസിഡേർഡ് ആസ് റോങ്. I have been hating him all these years. Okay, I have graduated from this university in 2010. So second question ഫോമിൽ നിന്ന് ഞാൻ ആദ്യം തുടങ്ങാം. സെക്കൻഡ് എക്സാമ്പിളിൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു എൻ ടൈം കൊടുക്കാൻ പാടില്ല. അവിടെ in 2010 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ എൻ ടൈം കൊടുക്കാൻ പാടില്ല. ആൻഡ് ദ ഫസ്റ്റ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം പീരീഡ്സിലേക്കാണെന്ന് പറഞ്ഞിരുന്നു. അവിടെയും ഇയർ മെൻഷൻസ് ആണ് അതിൻ്റെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, മെൻഷൻ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇറ്റ്സ് ഇനഫ് ദർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഷോർട്ട് ടൈം പീരീഡും ലോങ് ടൈം പീരീഡും ഇതൊക്കെ ഓരോന്നും രണ്ടിൻ്റെയും ഡിഫറൻസസ് എടുത്ത് മെൻഷൻ ചെയ്യാം. പാസ്റ്റ് ആക്ഷൻസ് കൂടുതൽ ഏതിലാണ് വരുന്നത് എന്നുള്ളതും എനിക്ക് പറയാനായിട്ട് യൂസ് ചെയ്യാം. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് being used with just. You can use in the text itself for that. Okay, just a moment എന്നുള്ളൊരു a moment ago എന്നുള്ളത് പറയാൻ വേണ്ടി യൂസ് ചെയ്താൽ മതി. ഷോ ഹൗ ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ക്യാൻ ബി യൂസ്ഡ് ടു ഫ്യൂച്ചറിറ്റി. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഗോയിങ് ടു യൂസ് ചെയ്തിട്ട് ഷീ ഈസ് ഗോയിങ് ടു കുക്ക് ഫുഡ്. സോ അവിടെ ഗോയിങ് ടു എന്നുള്ളത് അല്ലാതെ ഫ്യൂച്ചറിൻ്റെ ഒരു ടേംസ് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ ഫ്യൂച്ചറാക്കി മാറ്റാം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അതർ വേസ് ഇൻ വിച്ച് വി ക്യാൻ ഷോ ഫ്യൂച്ചർ ടൈം വിതൗട്ട് യൂസിങ് ഫ്യൂച്ചർ ടെൻസ്. ഒരുപാട് ഫോംസ് അതിൽ തന്നു. സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്തിട്ടും ഫ്യൂച്ചർ ആക്ഷൻസ് പറയാം. ഫ്യൂച്ചറിറ്റി പ്രസൻറ്റിൻ്റെ യൂസ് ചെയ്തിട്ടും പറയാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ ടൈം മെൻഷൻ കൊടുക്കുന്നത് വഴി ഫ്യൂച്ചർ ടെൻസ് ആക്കി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാം ഫ്യൂച്ചർ ടെൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ എന്ന് പറഞ്ഞു. വാട്ട് ആർ സ്റ്റേറ്റീവ് വേർബ്സ്? ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ. സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റീവ് നോൺ സ്റ്റേറ്റീവ് വേർബ്സും പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ പ്രൈം മീനിങ്ങും അതല്ലാത്ത മീനിങ്ങും അത് വരുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും. ഓക്കെ, ഇറ്റ്സ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ ദ ചാപ്റ്റർ. ദെൻ വാട്ട് ആർ ദ ടെൻസസ് ഓഫ് വിച്ച് ദ പാസീവ് ഫോംസ് ആർ നോട്ട് ഓഫൻ യൂസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ സെൻസ് സ്ട്രക്ചർ ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസ് ഓഫ് ടൈപ്പ് 2. ഇത് ഈ ചാപ്റ്ററിലല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്പ് 2 സെൻറ്റൻസസ് ഒക്കെ ടൈപ്പ് 1 സെൻറ്റോ 0 10 ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടീഷണൽ ക്ലോസിൽ ഡിസ്കസ് ചെയ്താണ്. പാസീവ് ഫോംസിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്.